അവരിൽ ആവശ്യം ജീവിച്ചുകൊണ്ട് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ പോലും നിവർത്തിയില്ല. വന്നു 100 രൂപയാണ് അവർ ചോദിക്കുന്നത്. തീർച്ചയായും അവർക്ക് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ചെയ്യേണ്ടതായിരുന്നു. ഗവൺമെന്റിന് ബാക്കി എല്ലാത്തിനും കാശുണ്ട്, ഈ വക ഐറ്റംസ് ഒന്നും കാശൊന്നുമില്ല, 5 പൈസ മുടക്കൂല. വരുമെന്നൊരു ഉറപ്പുണ്ടെങ്കിലല്ലേ എന്തെങ്കിലും മാറ്റി വയ്ക്കേണ്ട കാര്യമുള്ളൂ. ഇതങ്ങനെയല്ല, മാക്സിമം ആളുകൾ ഉപദ്രവിച്ചിട്ട് പോവുക, പൈസ ഉണ്ടാക്കുക. കേന്ദ്ര ഗവൺമെന്റിന്റെ കുറെ ഫണ്ട് കൊടുക്കണ്ടല്ലോ, അവരല്ലേ ആദ്യം തീരുമാനിക്കേണ്ടത്. കേരള സർക്കാർ മാത്രം അങ്ങനെ തീരുമാനിച്ചോ നടക്കണോ? ഈ മുഖ്യമന്ത്രി ചെലവഴിക്കുന്നതിന്റെ 1000-ൽ 1 അംശത്തിന്റെ 4/1 പകുതി മാത്രം കൊടുത്താൽ മതിയാകും ഇവരുടെ ഒരു നേരത്തെ അല്ലെ ഒരു ആയുസ് മുഴുവനുള്ള കുടുംബജീവിതം കഴിഞ്ഞു പോകുവാൻ. അവർക്ക് ന്യായമായ രീതി സമരം ചെയ്യാം, പക്ഷെ അത് രാഷ്ട്രീയ പ്രേരിതമായ സമരം ആകരുത്. രണ്ടാമിടത്ത് സർക്കാരിന്റെ 4ാം വാർഷികത്തിന് ഇന്നലെ കാസർഗോഡ് തിരിതെളിഞ്ഞിരിക്കുകയാണ്. അതേസമയം സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ ഇപ്പോഴും സമരത്തിലാണ്. നമ്മുടെ കേരളത്തിൽ ലക്ഷക്കണക്കിന് കടമുണ്ടായിട്ടും ഇപ്പോൾ അതൊന്നും തീർക്കാതെ ഇങ്ങനൊരു ദൂർത്ത് നടത്തേണ്ട ആവശ്യമുണ്ടോ? അതേപറ്റി നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. കാരണം നമുക്ക് ഇതിലിപ്പോൾ ഒരു അഭിപ്രായവും പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ലോട്ടറിയുടെ ഇതിൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണ്. ഒരു പ്രൈസ് പോലും കിടക്കലെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ വായും ചീത്ത വിളിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഈ ആശാ വർക്കർമാരെ നമുക്ക് അറിയില്ല. എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഞാനിപ്പോൾ KSR ജമ്പാൽ ഡ്രൈവറാണ്. 48 ദിവസം ശമ്പളം കിട്ടിയിട്ട് 48 ദിവസം ശമ്പളം കിട്ടിയിട്ട് ഒരു ലീവ് എടുക്കാൻ സമ്മതിക്കില്ല. എന്നും പണി ചെയ്യണം, ശമ്പളമില്ല. വല്ലതും ചോദിച്ചാലോ പറഞ്ഞ് വിട്ടുവിടും. വളരെ ദയനീയ അവസ്ഥയാണ്. അവരിൽ ആവശ്യം ജീവിച്ചുകൊണ്ട് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ പോലും നിവർത്തിയില്ല. പക്ഷെ അവർക്ക് ശമ്പളത്തിനോ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. അവർക്ക് ഉപദേഷ്ടാവിനെ വയ്ക്കാം, അവർക്ക് ഭരണം നടത്താം. അപ്പോൾ അവർ കാറുകൾ വാങ്ങാം, ടയറുകൾ വാങ്ങാം. ജനങ്ങൾക്കൊന്നുമില്ല. ദൂരത്തിന് പൈസ ഉണ്ടല്ലോ. ഇപ്പം പാവപ്പെട്ട ആശാ വർക്കർക്ക് അതിനുള്ള സംരക്ഷണം സർക്കാരല്ലേ കൊടുക്കേണ്ടത്. നമ്മൾ ജനങ്ങൾ ഏറ്റെടുത്ത സർക്കാരില്ലേ. അപ്പോൾ അവർ ജനങ്ങളാണ് അവരെ പരിപാലിക്കാനുള്ളത്. അതിന് എന്ത് ചെയ്തും അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒപ്പീനിയൻ. നമ്മുടെ ഗവൺമെന്റിന് ബാക്കി എല്ലാത്തിനും കാശുണ്ട്, ഈ വക ഐറ്റംസ് ഒന്നും കാശൊന്നുമില്ല, 5 പൈസ മുടക്കൂല. എന്താ പറയാ, നമ്മുടെ നാടിങ്ങനെ ആയിപ്പോയി. എന്താ പറയാ, ഒരു തരത്തിലും നമുക്കൊരു ഫ്രീഡം ഇല്ല അല്ലേ. മറ്റേ എന്താ ഉമ്മൻചാണ്ടിയൊക്കെ ഭരിച്ചിരുന്നപ്പോ എന്ത് സെറ്റായിരുന്നു. ഭയങ്കര മോശം ഭരണമൊക്കെ പോയി, ഒരു ഹാപ്പിനെസ് ഇല്ല. എവിടെ നോക്കിയാലും എന്താണ് അവരണികൾക്ക് മാത്രം ഒരു പ്രത്യേക ഒരു, നമുക്ക് ഒരു ഇവിടെ അവര് മുകളിലും എന്ത് ചെയ്യാ. കഴിഞ്ഞ വർഷമല്ല, അതിന് മുന്നത്തെ വർഷം 2023 എന്താണ് പിണറായി സാറിന് പോവാൻ വേണ്ടി ഒരു ബസ് കൂടെ മേടിച്ചായിരുന്നു. എത്രയോ കോടിയായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. ആ വണ്ടി മേടിച്ചു. അതുപോലെ എല്ലാ സ്കൂളുകളുടെയും വിദ്യാലയത്തിന്റെ ഏറ്റവും വലിയൊരു ഘടകമായ ഒരു പടി പോലെ അതിന്റെ മതിലൊക്കെ പൊളിച്ചിട്ട് പുള്ളിക്ക് അതിൽ നിന്നൊന്നും 10 മീറ്റർ ഇറങ്ങി നടക്കാൻ പറ്റൂല. പുള്ളിയുടെ സേഫ്റ്റി പറഞ്ഞു. എന്തുകൊണ്ട് പുള്ളിക്ക് സേഫ്റ്റി ഇല്ല? കാരണം പുള്ളി ചെയ്തു വെക്കുന്ന ഓരോ അപരാധമാണ്. കാരണം മനസ്സിലായോ? അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായല്ലോ. ഈ പാർട്ടി ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ത്രിപുരയോ ബംഗാളോ പോയാൽ, ഞാനും CPM കാരനാണ്, ബംഗാളോ പോയാൽ മാറും. അപ്പോൾ അതുകൊണ്ട് ഇനി എന്തും ചെയ്യാം, ആരെ ഉപദ്രവിക്കാം. വരുമെന്നൊരു ഉറപ്പുണ്ടെങ്കിലല്ലേ എന്തെങ്കിലും മാറ്റി വയ്ക്കേണ്ട കാര്യമുള്ളൂ. ഇതങ്ങനെയല്ല, മാക്സിമം ആളുകൾ ഉപദ്രവിച്ചിട്ട് പോവുക, പൈസ ഉണ്ടാക്കുക. അല്ല, അവരുടെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, ഒരു ഐസക് സ്റ്റൈലാണ്. അത് പരമാവധി കിട്ടുന്നിടത്ത് നിന്നെല്ലാം വാങ്ങി കൂർത്തടിക്കുക, ഇറങ്ങിപ്പോവുക. വരുന്ന ഏതെങ്കിലും ഗവൺമെന്റ് വരുമല്ലോ, ആരായാലും വരുമല്ലോ, ഏതെങ്കിലും സർക്കാർ വരും. ആ സർക്കാർ ചെയ്തോട്ടെ. മുടിയനായ പുത്തന്റെ ഒരു സ്റ്റൈലിലാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കുറെ ഫണ്ട് കൊടുക്കണ്ടല്ലോ, അവരല്ലേ ആദ്യം തീരുമാനിക്കേണ്ടത്. കേരള സർക്കാർ മാത്രം അങ്ങനെ തീരുമാനിച്ചോ നടക്കണോ? കേരള സർക്കാർ മാത്രം വിചാരിച്ച് നടക്കണം. അവരെ കൊണ്ട് കഴിയുന്നത് കൊടുക്കുകയില്ലേ. ഇപ്പോഴും മോണിറ്ററിയും ബാക്കി കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തി ആശാ വർക്കർമാർ ചെയ്യുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു നോക്കുകുത്തിയാക്കിയല്ലേ കേരള സർക്കാർ. അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ചിലവാക്കുന്ന കാശ് ഉണ്ടെങ്കിൽ ഇവർക്ക് തന്നെ സഹായിച്ച് അവരെ തന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു. ഇത്രയും കടവും വരത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ നമുക്ക് ഇതിലൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ വല്ലതും പറയുമ്പോൾ നമ്മളെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിലൊന്നും ഇടപെടാത്തത്. നമുക്ക് ജീവിച്ച് പോകണ്ടേ. നമ്മൾ ആരെയും കുറിച്ച് വല്ലതും പറഞ്ഞ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ആട്ടം ഓടിക്കുന്നത്. വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരു സമൂഹമാണ് ആശാ വർക്കർമാർ. ഈ മുഖ്യമന്ത്രി ചെലവഴിക്കുന്നതിൻ്റെ 1000-ൽ 1 അംശത്തിന്റെ 4/1 പകുതി മാത്രം കൊടുത്താൽ മതിയാകും ഇവരുടെ ഒരു നേരത്തെ അല്ലെ ഒരു ആയുസ് മുഴുവനുള്ള കുടുംബജീവിതം കഴിഞ്ഞു പോകുവാൻ. ജനങ്ങൾക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലാത്ത സർക്കാർ തന്നെയാണ്. അതിൻ്റെ പാർട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും. പിന്നെ ഉമ്മൻചാണ്ടി, രാജീവ് ഗാന്ധി അവർ ഭരിച്ചിരുന്നതിൻ്റെ ആ ഭരണകാലത്തിൻ്റെ ഒരു 1000-ൽ അംശം പോലും നല്ല ഭരണം ഇപ്പോഴത്തെ സർക്കാർ ഭരിക്കുന്നില്ല. ഉദാഹരണം 50 രൂപയുടെ ലോട്ടറി എടുത്താൽ പോലും ഒരു 100 രൂപ
നമുക്കൊരു ഗ്യാരണ്ടി പോലും അടിക്കുന്നില്ല എന്നുള്ളതാണ് കൂലിപ്പണിക്കാരുടെ ഏറ്റവും വലിയ സങ്കടം. ആശാ വർക്കർമാരുടെ സമരം എന്ന് പറഞ്ഞത് അതൊരു രാഷ്ട്രീയമായിട്ടുള്ള സമരമല്ല. അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അല്ല അവർ സമരം ചെയ്യുമോ ഇല്ലെന്ന് ചോദിച്ചാൽ അവർ ചെയ്യാം. പക്ഷെ സർക്കാർ കൊടുക്കേണ്ട ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന ജോലിക്കുള്ള ആനുകൂല്യം സർക്കാർ കൊടുക്കുന്നുണ്ട്. അല്ലാതെ അവര് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരം ചെയ്യുന്നു, അതേ ഉള്ളൂ. അല്ലാതെ അവർ കിട്ടേണ്ട ഓണറേറിയം കൃത്യമായിട്ട് അവർ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം അവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ കേരളത്തിന്റെ സാംസ്കാരികതയിൽ ഇപ്പൊ വാർഷികം ആഘോഷിക്കാൻ വന്നു, അതൊക്കെ ഒരു അനാമത്ത് ചെലവാണ്. അതൊക്കെ ന്യായമായ റേറ്റിൽ ചെലവാക്കാം. പക്ഷെ ഒരുപാട് ആനുകൂല്യങ്ങൾ പലർക്കും കൊടുക്കാനുണ്ട്. അപ്പൊ അത് കൊടുത്തു തീർക്കാതെ ഇവർ ഈ രീതിയിൽ ആഘോഷിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരു പെൻഷൻ സംഘടനയിൽ തന്നെ പെൻഷൻകാർക്ക് തന്നെ പെൻഷൻ കൊടുക്കാതിരിക്കുക. കാരണം വെച്ചാൽ പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ പോലും കൊടുക്കുന്നില്ല. ആനുകൂല്യങ്ങളെല്ലാം നിഷേധിച്ചിട്ടിരിക്കുക. അപ്പൊ അത് കൊടുക്കുന്നില്ല, പാവപ്പെട്ടവരുടെ ആനുകൂല്യം കൊടുക്കുന്നില്ല. ഇതൊന്നും കൊടുക്കാതിരുന്നിട്ട് അവരിനെ ഇതൊക്കെ ആഘോഷിച്ചിട്ട് ഒരു കാര്യവുമില്ല, ആഘോഷിക്കേണ്ട ഒരു കാര്യവുമില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ അവർക്ക് ന്യായമായ രീതി സമരം ചെയ്യാം. പക്ഷെ അത് രാഷ്ട്രീയ പ്രേരിതമായ സമരം ആകരുത്. അവർക്ക് ചോദിക്കാം, കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങൾക്കും അവർക്ക് ചോദിക്കാം, പറയാം, അത് അവർക്ക് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അതിലും അവര് കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സർക്കാരിനെ മുട്ടുകുത്തിക്കുക, അല്ലെ സർക്കാരിനെ വേറെ എന്തെങ്കിലും ഒരു പ്രതികൂട്ടിലാക്കുക എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ സർക്കാരിനെ ആർക്കും പ്രതികൂട്ടിലാക്കാൻ ഒക്കത്തില്ല. അത് ന്യായമ കാര്യമാണ്. അതെന്ന് വെച്ചാൽ ഒരു ഫെഡറൽ സംവിധാനത്തിലൂടെ ഭരണഘടനയ്ക്ക് അനുകൂലമായ രീതിയിൽ ജനാധിപത്യ കേരളമാണ്. ആ ജനാധിപത്യ കേരളത്തിൽ ജനങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ അവർ പ്രവർത്തിക്കുന്നു. എല്ലാ ഭാഗത്തും ഗവൺമെന്റിന് വികസനം കൊണ്ടുവരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം 3-4 കോടി ജനങ്ങളെ അവര് ഇപ്പോഴല്ലോ, പണ്ടേ നമ്മൾ വിദ്യാഭ്യാസപരമായ മേഖലയിൽ മാത്രമേ നമ്മളൊരു ഉയർച്ചയുള്ളൂ. ബാക്കി നമ്മളിവിടെ ഒരു ഉത്പാദക സംസ്ഥാനമല്ല. അതുണ്ടാകും, ഫാക്ടറികൾ വരണം. പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളും കൂടെ ഉത്പാദക സംസ്ഥാനമാണ്. കേരളം അങ്ങനെയല്ല, വരുത്തി നമ്മൾ ഭക്ഷിക്കുന്നത്. അത് മാറണം. 20 കോടി തന്നെ ഫ്ലെക്സ്, 500 ഫ്ലെക്സിന്റെ ആവശ്യമുണ്ടോ? ഹൈക്കോടതി തന്നെ പറയില്ലേ ഫ്ലെക്സ് വെക്കേണ്ടതെന്ന്. പിന്നെ 500 ഫ്ലെക്സ് വെക്കേണ്ട കാര്യമൊന്നും ഒരു കാര്യമില്ല. 100 രൂപയാണ് അവർ ചോദിക്കുന്നത്. തീർച്ചയായും അവർക്ക് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ചെയ്യേണ്ടതായിരുന്നു.